മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ മേഘനാഥനോട് മാർക്കോയാണെങ്കിൽ കണ്ണനും മാർക്കോയും മരിച്ചു, സാഗറാണ് ഗുരുതരാവസ്ഥയിൽ കിടക്കണേന്ന് പറയുമ്പം മാർക്കോ അത് നന്നായിട്ട് വിശ്വസിക്കുന്നുണ്ട്. കാരണം മാർക്കോയും ഹോസ്പിറ്റലിൽ വിളിച്ചു ചോദിച്ചപ്പം അവിടെ ഗുരുതരാവസ്ഥയിൽ കിടക്കണ ആളുടെ പേര് സാഗർ എന്നാണെന്നും അയാളുടെ ഡ്രൈവിംഗ് ലൈസൻസ് അവിടെ കിട്ടിയിട്ടുണ്ടെന്നും ആ ഒരു റിസപ്ഷനിസ്റ്റ് പറഞ്ഞതോ ആ മേഘനാഥൻ ഓർക്കുന്നുണ്ട്. എന്തായാലും സാഗർ ഇനി മരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവൻ്റെ അവസ്ഥ ഗുരുതരമായതുകൊണ്ട് ഇനി മഞ്ജുവിനെ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എന്തായാലും മഞ്ജുവിന് ഇനി എൻ്റെ ജീവിതത്തിലേക്ക് വരാനേ പറ്റുള്ളൂ എന്ന്. അങ്ങനെ മേഘനാഥനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് വീട്ടിലോട്ട് കയറി ചെല്ലണത്. വെറുതെ ചിരിച്ചുകൊണ്ട് കയറി ചെല്ലണ മേഘനാഥനെ കണ്ടിട്ട് സീമന്തിന് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താടാ മേഘ, പ്രാന്തായോ എന്ന്. ആ സമയത്ത് അമ്മ എന്താ ഈ പറയണേ, എനിക്ക് പ്രാന്തം കൊണ്ട് ചിരിക്കണതല്ല, എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചിരിക്കണേന്ന് പറയുമ്പം ഇതിന് മാത്രം സന്തോഷത്തിന് എന്താണ് ഉണ്ടായെന്ന് ചോദിക്കുമ്പം അതൊക്കെ ഉണ്ട് അമ്മേ, ശബരിമലയ്ക്ക് പോയ കണ്ണനും മാർക്കോയും കൊക്കയിൽ വീണ് മരിച്ചു, പിന്നെ സാഗറാണെങ്കിൽ ഗുരുതരാവസ്ഥയിൽ ആസ്പത്രിയിൽ, അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയില്ല എന്ന് ഹോസ്പിറ്റലിലുള്ളവർ പറഞ്ഞത്. എന്തായാലും അവരെയും കൊണ്ടുള്ള ശല്യം തീർന്നു. ആ സമയത്ത് സീമന്തിനി ഇങ്ങനെ സംശയത്തോടു കൂടി ഈ മേഘനാഥനെ നോക്കുന്നുണ്ട്. ആ സമയം മേഘനാഥൻ സീമന്തിനോട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ ഇങ്ങനെ നോക്കണേന്ന് ചോദിക്കുമ്പം അല്ല, അവരെ കൊല്ലാൻ വേണ്ടി നീ ആരെങ്കിലും പറഞ്ഞു വിട്ടിരുന്നോ എന്ന് ചോദിക്കുമ്പം അതൊന്നും അല്ല അമ്മ, അവരെങ്ങനെയോ വീണതാ കൊക്കയിലേക്ക്, അല്ലാതെ ഞാൻ ശബരിമലയ്ക്ക് ആളെ വെറുതെ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ സീമന്തിനി പറയുന്നുണ്ട്, എനിക്ക് നിന്നെ അറിയാവുന്നതല്ലേ, എന്തായാലും അവരുടെ മരണത്തിന് പിന്നിൽ നീ തന്നെയായിരിക്കും. ഇനിയിപ്പോൾ പോലീസും കേസും കോടതിയും ജയിലൊക്കെ ആയിട്ട് നിനക്ക് ജീവിക്കാം. മഞ്ജു നിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് വിചാരിച്ചാൽ നീ ഇങ്ങനെ സന്തോഷിക്കണമെങ്കിൽ അത് വെറുതെ, അവൾ ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ അവൾ എന്തായാലും വരും അമ്മേ, സാഗർ മരിച്ചാൽ പിന്നെ അവൾക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പം സാഗർ മരിച്ചാലും അവൾ അഭിമാനമുള്ള പെണ്ണാണ്, അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിലേക്ക് അവൾ വരില്ല. അവൾക്ക് ആ വിശ്വനാഥൻ്റെ ഗുണമൊക്കെ കുറച്ച് കിട്ടിയിട്ടുണ്ട്. അതുമാത്രമല്ല, ചെറുപ്പം മുതലേ അവൾ നിന്നെ ജീവനെ പോലെ കണ്ടിരുന്നത്, എന്നിട്ട് നീ അവളോട് ഈ മാതിരി ചതി ചെയ്തതുകൊണ്ട് തന്നെ അവൾ നിൻ്റെ ജീവിതത്തിലേക്ക് വരുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല എന്ന്. ആ സമയത്ത് ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് വാമദേവനാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് വാമദേവൻ വന്നതും എന്താടാ മേഘ, നീ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് ചിരിച്ച് വർത്താനം പറയണമെന്ന് ചോദിക്കുമ്പം അച്ഛൻ അറിഞ്ഞില്ലേ, ആ കൊക്കയിൽ വീണ് മരിച്ചത് കണ്ണനും മാർക്കോയോ, പിന്നെ സീരിയസ് ആയി കിടക്കുന്നത് സാഗറ, അതറിഞ്ഞതിൻ്റെ സന്തോഷം എനിക്കെന്ന്. ആ സമയത്ത് വാമദേവൻ ചോദിക്കുന്നുണ്ട്, നീ അതിന് അവരുടെ ബോഡി കണ്ടോയെന്ന് ചോദിക്കുമ്പം ബോഡി കാണണേ എന്തിനാ, അവരാ മരിച്ചതെന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട്, ആ ഗുണ്ട എന്നെ വിളിച്ചിരുന്നു, അവൻ വിളിച്ചിട്ട് പറഞ്ഞത് ഏറ്റെടുത്ത പണി അവർ കൃത്യമായി ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്നത് സാഗറാന്ന് ആ ഗുണ്ടയും പറഞ്ഞു. അതിനു മുമ്പ് തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ച് അന്വേഷിച്ചപ്പം അവിടെ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്നത് സാഗറാന്ന് ആസ്പത്രിക്കാരും എന്നോട് പറഞ്ഞിരുന്നു. പിന്നെ ആ ഗുണ്ടയും വിളിച്ച് പറഞ്ഞപ്പം പിന്നെ നമ്മൾ വിശ്വസിക്കാതിരിക്കണേ എന്തിനാ. എന്തായാലും ആ ശല്യം ഒഴിഞ്ഞു. ഇനി ആകെയുള്ളൊരു ശല്യം അവളാ, ആ മഹാലക്ഷ്മി, അവളെ എങ്ങനെയും കമലേശ്വരത്തു നിന്ന് തുരത്തി ഓടിക്കണം. ആ സമയത്ത് സീമന്തിനി പറയുന്നുണ്ട്, കണ്ണൻ മരിച്ച സ്ഥിതിക്ക് പിന്നെ അവൾ അവിടെ നിൽക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമ്മൾ കണ്ടിടത്തോളം വെച്ച് അവളങ്ങനെ സ്വത്തിനോടും പണത്തിനോടും ആർത്തിയുള്ളവളൊന്നുമല്ല. പിന്നെ നമ്മൾ കണ്ണൻ്റെയും മാർക്കോയുടെയും ബോഡി കാണുന്നത് വരെയും ഇതൊന്നും വിശ്വസിക്കുകയും വേണ്ടാന്ന്. അവർ മരിച്ചു എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട്, പിന്നെ എന്തിനാ വിശ്വസിക്കാതിരിക്കണേന്ന്. ഇതേസമയം നമ്മളുടെ പ്രതാപനാണെങ്കിൽ ഈ മേഘം വിളിച്ച് വിവരങ്ങളെല്ലാം അറിഞ്ഞത് പ്രതാപിൻ്റെ അമ്മയോട് പറയുന്നുണ്ട്. അത് കേട്ടതും അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് പ്രതാപൻ്റെ അമ്മ പ്രതാപനോട് പറയുന്നുണ്ട്, ഇതിപ്പോൾ അമ്മയും മോളും എപ്പോഴും അമ്പലത്തിൽ പോയി കിടന്ന് ദൈവങ്ങളെ വിളിച്ചുണർത്തിയിട്ട് അതിനൊരു ഗുണം ഉണ്ടായില്ലല്ലോടാ പ്രതാപ, എന്തായാലും കണ്ണനും മാർക്കോയും മരിച്ചു എന്നുള്ള കാര്യത്തിൽ ഉറപ്പല്ലേ എന്ന് ചോദിക്കുമ്പം അതെ അമ്മേ ഉറപ്പാ, ഇന്ന് ആ ഗുണ്ട മേഘനെ വിളിച്ചിരുന്നു, മേഘനെ വിളിച്ചിട്ട് പറഞ്ഞത് സാഗർ ഗുരുതരാവസ്ഥയിലും കണ്ണനും മാർക്കോയും മരിച്ചു എന്ന് തന്നെയാണ്. പിന്നെ അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന് മുമ്പ് തന്നെ മേഘൻ ഹോസ്പിറ്റലിൽ വിളിച്ചിരുന്നു. അപ്പോൾ ആസ്പത്രിയിൽ ഫോൺ എടുത്ത ആ റിസപ്ഷനിസ്റ്റ് പറഞ്ഞത് സാഗർ എന്ന് പറയുന്ന ആൾ അവിടെ ഗുരുതരാവസ്ഥയിൽ കിടക്കണമെന്നും അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന കാര്യം സംശയമാണെന്ന് തന്നെയാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യം നമുക്ക് ഉറപ്പിക്കാം അമ്മയെന്ന്. ആ സമയത്ത് പ്രതാപനോട് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്തായാലും നീ കരുണമോളെ വിളിച്ച് വിവരം പറഞ്ഞോടാന്ന് ചോദിച്ചപ്പം ഇല്ല, ഞാൻ മോളെ വിളിച്ച് പറയണമെന്ന് ഓർത്തിരുന്നതാണ്, ആദ്യം അമ്മയോട് പറഞ്ഞിട്ട് മോളെ വിളിക്കാമെന്ന് വിചാരിച്ചാൽ, എന്തായാലും ഞാൻ മോളെ വിളിച്ച് വിവരം പറയട്ടെ എന്ന്. അങ്ങനെ ഇവർ സംസാരിക്കുന്നതെല്ലാം നമ്മളുടെ മോഹിനി ആണെങ്കിൽ അവിടെ നിന്ന് കേൾക്കണുണ്ട്. മോഹിനി വേഗം തന്നെ ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് അറിയണം, ഇപ്പം തന്നെ ലക്ഷ്മി മോളെ വിളിച്ച് ചോദിക്കാമെന്നും പറഞ്ഞ് മഹാലക്ഷ്മിക്ക് ഫോൺ വിളിക്കാനായിട്ട് അകത്തോട്ട് പോകുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ കരുണയും ദുർഗ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ട് കരുണ ദുർഗയോട് പറയുന്നുണ്ട്, അമ്മ ഈ പ്രാവശ്യത്തെ നമ്മളുടെ മരുന്ന് ഫലിച്ചു, എന്തായാലും ആ വൈദ്യരുടെ മരുന്ന് ഫലം കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇപ്പം തന്നെ അവൾക്ക് വൊമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായില്ലേ, എനിക്കും അതുപോലെ തന്നെയായിരുന്നു. ആ പായസം കുടിച്ച് കുറേ സമയം കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് വൊമിറ്റിങ് തുടങ്ങി, പിന്നെ വയറുവേദനയൊക്കെ ആയിട്ട് ആസ്പത്രിയിൽ പോയപ്പം എൻ്റെ കുഞ്ഞ് പോയത്. ഇനിയിപ്പോൾ എന്തായാലും നാളത്തോടുകൂടി അവളുടെ കുഞ്ഞ് പോയി കിട്ടും, അതോർത്തിനി നമ്മൾ ടെൻഷൻ ആവണ്ട. പിന്നെ അവളെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്ന് മേഘേട്ടൻ്റെ ജീവിതത്തിലേക്ക് തന്നെ പറഞ്ഞു വിടണമെന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, ഞാൻ അത് തന്നെയാണ് മോളെ ഉദ്ദേശിച്ചേക്കണേ,
ഒരിക്കലും സാഹറിനെ എൻ്റെ മരുമകനായിട്ട് ഞാൻ അംഗീകരിക്കില്ല എന്ന്. ആ സമയത്താണ് കരുണയുടെ ഫോൺ ബെല്ലടിക്കണത്. വേഗം തന്നെ ഫോൺ എടുത്തിട്ട് കരുണ അച്ഛനല്ല വിളിക്കണേന്നും പറഞ്ഞ് എന്താ അച്ഛാ വിവരങ്ങൾ വല്ലതും അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ മോളെ നമുക്ക് സന്തോഷിക്കേണ്ട വിവരങ്ങൾ അറിഞ്ഞേക്കണേ. മോൾ ആഗ്രഹിച്ചതുപോലെ തന്നെ മലയ്ക്ക് പോയാൽ അവനിനി തിരിച്ചു വരില്ല. അവൻ മാത്രമല്ല മാർക്കോയും സാഗറും വരില്ല. എന്താ അച്ഛാ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പം കണ്ണനും മാർക്കോയും കൊക്കയിൽ വീണ് മരിച്ചു. സാഗറാണെങ്കിൽ ഗുരുതരാവസ്ഥയിൽ ആസ്പത്രിയിൽ. അവൻ മിക്കവാറും മരണത്തിന് കീഴടങ്ങുമെന്ന് ആസ്പത്രിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു. ആ സമയത്ത് കരുണ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ സത്യമാണോ അച്ഛാ, വിശ്വസിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പം പിന്നെ വിശ്വസിക്കാൻ പറ്റാതെ ആ ഗുണ്ട തന്നെ മേഘനെ വിളിച്ചു പറഞ്ഞു കണ്ണനും മാർക്കോയും മരിച്ചു എന്നും സാഗർ ഗുരുതരാവസ്ഥയിലാണെന്നും. അതുമാത്രമല്ല മോളെ, ഇതിനു മുമ്പ് മേഘൻ ആസ്പത്രിയിൽ വിളിച്ച് അന്വേഷിച്ചിരുന്നു അവിടെ ആസ്പത്രിയിലുള്ളത് ആരാന്ന്. അപ്പോൾ ആസ്പത്രിയിലുള്ളവരും പറഞ്ഞത് സാഗറ ആസ്പത്രിയിലുള്ളതെന്നും അവൻ്റെ നില വളരെ ഗുരുതരമാണെന്നും. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം മോളെ, ഈ പ്രാവശ്യം അവന്മാരുടെ ശല്യം ഒഴിയും. ഇനി അവരെയും കൊണ്ടൊരു ശല്യം നമുക്കുണ്ടാവില്ല. പിന്നെ ഉള്ളത് ആ ലക്ഷ്മിയല്ലേ, ആ ലക്ഷ്മിയെ ഒഴിവാക്കാൻ വലിയ പാടൊന്നുമില്ല എന്ന്. ഇതേസമയം നമ്മളുടെ കരുണയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നാൽ ശരി അച്ഛാ, ഞാൻ ഈ വിവരം എല്ലാവരോടും പറയട്ടെ എന്ന് മുന്നേ ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നീട് ദുർഗ ചോദിക്കുന്നുണ്ട് എന്താ മോളെ അച്ഛൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അച്ഛൻ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും സന്തോഷമാവുന്ന ഒരു വാർത്തയമ്മേ, കണ്ണനും മാർക്കോയും മരിച്ചു. അപ്പോൾ സാഹറോന്ന് ചോദിക്കുമ്പം സാഹർ ഗുരുതരാവസ്ഥയിലാണ് ആസ്പത്രിയിലാണ്. എന്തായാലും സാഹർ ജീവിതത്തിലോട്ട് തിരിച്ചു വരില്ല എന്ന് തന്നെയാണ് പറഞ്ഞേക്കണേ. ആ മേഘേട്ടൻ പറഞ്ഞു വിട്ട ഗുണ്ടകൾ പണി പറ്റിച്ചു അമ്മേന്ന്. അത് കേട്ടുകൊണ്ടാണ് നമ്മുടെ ഉണ്ണി അങ്ങോട്ട് വന്നത്. ഉണ്ണി വന്നതും എന്താ കരണേ നിനക്ക് ഇത്ര സന്തോഷം എന്ന് ചോദിക്കുമ്പം ഇതിൽ മേലും സന്തോഷമുള്ളൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവാനില്ല. ആ കണ്ണനും മാർക്കോയും മരിച്ചു, സാഹറാണെങ്കിൽ ഗുരുതരാവസ്ഥയിൽ ആസ്പത്രിയിലോ. ആ വിവരം അച്ഛൻ വിളിച്ച് പറഞ്ഞതാ. അത് കേട്ടാൽ പിന്നെ സന്തോഷം ഉണ്ടാവില്ലേന്ന്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് ഇതൊക്കെ നേരാണോ, സത്യമാണോ, ഇത് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ വിശ്വസിക്കാൻ പറ്റാതെ മേഘേട്ടനെ ആസ്പത്രിയിൽ വിളിച്ച് അന്വേഷിച്ചപ്പോഴും സാഹർ ഗുരുതരാവസ്ഥയിൽ അവിടെ ഉണ്ടെന്ന് തന്നെയാണ് ആസ്പത്രിയിൽ നിന്ന് പറഞ്ഞ്. പിന്നെ ആ ഗുണ്ടയും വിളിച്ച് പറഞ്ഞു എന്തായാലും ഇനി മഹാലക്ഷ്മിയുടെ കാര്യം മാത്രമേ ഉള്ളൂ, അവളെ ഒഴിവാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് അവരെ എങ്ങനെ ഒഴിവാക്കുമെന്ന കാരണം നീ പറയണേ. ഇപ്പം തന്നെ കണ്ണേട്ടൻ്റെ സ്വത്തുക്കൾ മുക്കാഭാഗവും അവരുടെ പേരിലാണ്. അതുകൊണ്ട് നമ്മൾക്ക് അവരെ ഒഴിവാക്കാനൊന്നും പറ്റില്ല. അന്നേരം കാരണം പറയുന്നുണ്ട് അവളുടെ ഭർത്താവ് ജീവിച്ചിരിക്കണില്ലേ പിന്നെ അവൾക്ക് ഇവിടെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല. നമ്മളെല്ലാവരും അവളോട് ശത്രുതയിൽ നിൽക്കുമ്പോൾ അവൾ എങ്ങനെ ഇവിടെ നിൽക്കുമെന്ന് ഉണ്ണിയേട്ടൻ പറയണേ. എത്രയും പെട്ടെന്ന് അവളിവിടെ നിന്ന് പോകുമെന്ന്. ഇതേസമയം നമ്മളുടെ മഹാലക്ഷ്മിയും മഞ്ജുവും കൂടി കണ്ണനൊക്കെ വരുമ്പോൾ കൊടുക്കാനുള്ള ഭക്ഷണങ്ങളൊക്കെ എല്ലാം ടേബിളിലോട്ട് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് മഹാലക്ഷ്മിയുടെ ഫോൺ ബെല്ലടിക്കണേ കേൾക്കണേ. ആ സമയം മഹാലക്ഷ്മി പറയുന്നുണ്ട് മഞ്ജു എൻ്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്, ആ ഫോൺ ഇങ്ങോട്ട് എടുത്തതെന്ന് പറഞ്ഞിട്ട് മഞ്ജു ഫോൺ എടുത്തുകൊണ്ട് വരുമ്പോൾ പറയുന്നുണ്ട് ഏടത്തിയുടെ അമ്മയെ അടുത്ത് വിളിക്കണേന്നും പറഞ്ഞ് വേഗം തന്നെ മഹാലക്ഷ്മിയുടെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. മഹാലക്ഷ്മി ഫോൺ എടുത്തിട്ട് എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ മോളെ ഞാനൊരു വിവരം അറിഞ്ഞു, കണ്ണമോനക്കും മാർക്കോയ്ക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർക്കൊരു കുഴപ്പമില്ല അമ്മേ, അവരിപ്പോൾ 10 മിനിറ്റ് മുമ്പ് വിളിച്ചതാ, ഇപ്പം തന്നെ എത്തുമെന്ന് പറഞ്ഞു. കണ്ണേട്ടനും എന്നോട് സംസാരിച്ചു. അമ്മ എന്താ അങ്ങനെ ചോദിച്ചേ? ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട് അല്ല മോളെ, ഇവിടെ കരുണയുടെ അച്ഛനും മുത്തശ്ശിയും ഭയങ്കര സന്തോഷത്തിലാണ്. അവരെന്തൊക്കെയോ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നുണ്ട്, ഇനി തിരിച്ചു വരില്ലെന്നൊക്കെയാണ് അവർ പറയണത്. ഞാൻ അമ്പലത്തിൽ നിന്ന് വന്ന സമയത്തും അവരെന്നോട് ചോദിച്ചു മല കയറിയിട്ട് കണ്ണൻ തിരിച്ചു വരുമോ, അവനക്ക് കാല് പാടില്ലാത്തതല്ലേന്ന്. അപ്പം മുതൽ എൻ്റെ ഉള്ളിൽ കിടന്നൊരു ഇടങ്ങേറായിരുന്നു മോളെ. എന്തായാലും അവർ ഭയങ്കര സന്തോഷത്തിലാണ്. അതുകൊണ്ട് ഇനി കണ്ണന് എന്തെങ്കിലും ആപത്ത് പറ്റുമോയെന്ന് എനിക്ക് പേടിയെന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് അതിന് അവർ സന്തോഷിച്ചോട്ടെ അമ്മേ, കണ്ണേട്ടന് ഒരാപത്തും പറ്റിയിട്ടില്ല. കണ്ണേട്ടൻ പോയ വഴിക്ക് എന്തോ ഒരു അപകടം സംഭവിച്ചു എന്ന് കണ്ണേട്ടൻ പറഞ്ഞു. പക്ഷേ അത് വരുമ്പോൾ പറയാമെന്നാണ് പറഞ്ഞത്. അവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. എന്തായാലും അമ്മ സമാധാനമായിട്ടിരിക്കുക. പിന്നെ സന്തോഷിക്കുന്നവരവിടെ കിടന്ന് സന്തോഷിച്ചോട്ടെ, അവരോടമ്മ ഒന്നും പറയാനും പോകണ്ടെന്ന്. ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട് ഇല്ല മോളെ, ഞാൻ അവരോടൊന്നും പറയണില്ല. എന്തായാലും കണ്ണൻ വന്നാൽ ഉടനെ എന്നെ വിളിച്ച് വിവരം പറയണം കേട്ടോ എന്ന്. ഞാൻ പറയാം അമ്മേ, അമ്മ ഇപ്പോൾ ഫോൺ വെച്ചോ, ഞങ്ങളിവിടെ ഭക്ഷണമൊക്കെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയെന്ന്. എന്നാൽ ശരിയെന്ന് പറഞ്ഞ് മോഹിനി ഫോൺ വെച്ചതും മഞ്ജു ചോദിക്കുന്നുണ്ട് എന്താ എടുത്ത് അമ്മ ചോദിച്ചതെന്ന് ചോദിക്കുമ്പം കണ്ണേട്ടനും മാർക്കോയും ഒന്നും ഇനി തിരിച്ചു വരില്ല എന്നും പറഞ്ഞുകൊണ്ട് കരുണയുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ അവിടെ ഭയങ്കര സന്തോഷത്തിലാണെന്ന് അമ്മ പറഞ്ഞ്. അപ്പോൾ അമ്മയ്ക്ക് സംശയം ഇനി കണ്ണേട്ടൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോന്ന്. അതറിയാൻ വേണ്ടിയാണ് അമ്മ എന്നെ വിളിച്ചതെന്ന്. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഉറപ്പായില്ലേ അടുത്ത് കണ്ണേട്ടനെയും മാർക്കോനെയൊക്കെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് കരുണേടത്തിയുടെ അച്ഛനും ആ മേഘനും കൂടി ആരെങ്കിലും അയച്ചിട്ടുണ്ടാവും. അതുകൊണ്ടല്ലേ അവരിങ്ങനെയൊക്കെ പറയണേ. സമയം മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇവരെന്താ മഞ്ജു ഇങ്ങനെ, എത്ര അനുഭവം ഉണ്ടായാലും ഇവർ പഠിക്കുന്നില്ലല്ലോ, ഇവർക്ക് സ്വത്തിനോടും മുതലിനോടും എന്തിനാ ഇത്ര ആർത്തിന്ന്. അത് കേട്ടതും മഞ്ജു പറയുന്നുണ്ട് അവർക്കൊക്കെ അങ്ങനെ ചിന്തിക്കാനേ പറ്റുള്ളൂ എടുത്തി. എന്തായാലും കണ്ണേട്ടനും മാർക്കോയ്ക്കും കുഴപ്പമൊന്നുമില്ലല്ലോ, അവരിപ്പോൾ തന്നെ വരുമല്ലോ, അപ്പോൾ പിന്നെ നമ്മളെന്തിനാ ഇതോർത്ത് ടെൻഷനാവണേന്ന്. ഇതേസമയം മാർക്കോ കണ്ണനോടും സാഗറിനോടും പറയുന്നുണ്ട് ഇനി കുറച്ച് ദിവസത്തേക്ക് നമ്മൾ 3 പേരും മറിഞ്ഞു തന്നെ നിൽക്കണം, നമ്മൾ രംഗത്തിറങ്ങരുത്, എന്നാലേ അവരുടെ അടുത്ത പ്ലാൻ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ.
മിക്കവാറും ഇനി അവരുടെ അടുത്ത പ്ലാൻ മഞ്ജുവിനെയും മഹാലക്ഷ്മിനെയും ഇല്ലാണ്ടാക്കണം എന്നുള്ളതായിരിക്കും. അതുകൊണ്ട് നമ്മൾ 3 പേരും കുറച്ച് ദിവസം മറിഞ്ഞു നിന്നേ പറ്റൂ. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, മഹിയെ ഇല്ലാണ്ടാക്കിയാലും അവർ മഞ്ജുവിനെ ഇല്ലാണ്ടാക്കില്ല. എൻ്റെ രണ്ടാനമ്മയ്ക്ക് ഇപ്പോഴും മഞ്ജുവിനെ മേഘൻ്റെ കൂടെ പറഞ്ഞു വിടണമെന്ന ആഗ്രഹം. മേഘനാണെങ്കിലും മഞ്ജുവിനെ ഇല്ലാണ്ടാക്കാൻ നോക്കില്ല. മഞ്ജു ഇല്ലാണ്ടായാൽ പിന്നെ മേഘന് എൻ്റെ സ്വത്തുക്കൾ കിട്ടൂലല്ലോ. അതുകൊണ്ട് തന്നെ മഞ്ജുവിനെ അവൻ കൂടെ കൂട്ടാനേ നോക്കുകയുള്ളൂ എന്ന്. എന്തായാലും നോക്കാം നമുക്ക് കാര്യങ്ങൾ എങ്ങനെയാണ് പോകണേന്ന്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയൊക്കെ ബൈ ബൈ.